കരുതിയിരിക്കുക, ഇനി നിങ്ങളുടെ ഊഴമാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മുൻ കമാൻഡറായ മുഹ്സിൻ റസായി ട്രംപിന് നൽകുന്ന താക്കീതാണിത്. ആയത്തുള്ള അലി ഖംനയുടെ സംസ്കാര ചടങ്ങുകൾ ഇറാനിലും ഇറാഖിലും പുരോഗമിക്കുന്ന ഘട്ടത്തിൽ കർബലയിൽ വെച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണിത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ആയത്തുള്ള അലി ഖംനയുടെ വധത്തിന് ഉത്തരവാദികളായ 2 വ്യക്തികൾ ട്രംപാണ്, മറ്റൊന്ന് നെതന്യാഹുവാണ്. ആ 2 വ്യക്തികളും രക്ഷപ്പെടുമെന്ന് കരുതേണ്ടതില്ല. ഞങ്ങളുടെ നേതാവിൻ്റെ രക്തത്തിന് ഞങ്ങൾ പ്രതികാരം ചോദിക്കുക തന്നെ ചെയ്യും. അതിൽ ഒരു വിട്ടുവീഴ്ചക്കും ഇറാൻ തയ്യാറല്ല. ധാരണാപത്രമോ സമാധാന സന്ധി സംഭാഷണങ്ങളോ നയതന്ത്ര ബന്ധങ്ങളോ ഈ കൊലപാതകത്തിന് പകരം ചോദിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയില്ല. ഘാതകന്മാരായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടും കണക്ക് ചോദിക്കും. അത് കണക്ക് തീർത്തിരിക്കുമെന്നാണ് മുഹ്സിൻ റസായി പറയുന്നത്. വിലാപയാത്ര ഇറാനിൽ നിന്ന് ഇറാഖിലെ ചരിത്ര പ്രസിദ്ധമായ കർബലയിലും നജഫിലും പുരോഗമിക്കുന്നതിന് പിന്നിൽ ഇറാഖിൻ്റെയും ഇറാൻ്റെയും വലിയ സൗഹൃദമുണ്ട്, ഐക്യമുണ്ട്. ഇരു രാജ്യങ്ങളും വലിയ ഐക്യത്തിലാണ്. മേഖലയിൽ ഇറാനും ഇറാഖും ആഗ്രഹിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. ഞങ്ങൾക്ക് പശ്ചിമേഷ്യയിൽ ഒരു ലക്ഷ്യമുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സ്വാധീനം അവസാനിപ്പിക്കുക എന്നതാണ്. അമേരിക്കയുടെ സാന്നിധ്യം, ഇസ്രായേലിൻ്റെ സ്വാധീനം മേഖലയിൽ നിന്ന് അവസാനിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. ആ ലക്ഷ്യം ഞങ്ങൾ നേടുമെന്നാണ് മുഹ്സിൻ റസായി പറയുന്നത്. പ്രസ്താവനയിൽ പറയുന്ന മറ്റൊരു കാര്യം, ആയത്തുള്ള അലി ഖംനയി ജനഹൃദയങ്ങളെ കീഴടക്കി. തൻ്റെ ജീവിതകാലത്ത് നേടിയതിനേക്കാൾ വലിയ പ്രശസ്തിയും അംഗീകാരവുമാണ് ജനങ്ങൾക്കിടയിൽ മരണത്തോടെ നേടിയിരിക്കുന്നത്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആദർശത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച മഹത് വ്യക്തിത്വമാണ് ആയത്തുള്ള അലി ഖംനയി. ആയത്തുള്ള അലി ഖംനയുടെ പോരാട്ടത്തിനും അദ്ദേഹത്തിൻ്റെ ആദർശത്തിനും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഐഡിയോളജിക്കും വലിയ സ്വീകാര്യതയാണ് കിട്ടുന്നത്. ഇറാൻ്റെ ശക്തി ക്ഷയിപ്പിക്കുക, ഗവൺമെൻറ്റിനെതിരെ ആളുകളെ തിരിച്ചുവിടുക തുടങ്ങിയ അമേരിക്കൻ ഇസ്രായേൽ ഗൂഢപദ്ധതികൾ ഇപ്പോൾ തകർന്നിരിക്കുകയാണ്. വിലാപയാത്ര ഹോമിൽ എത്തിയപ്പോൾ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഹോം എന്ന് പറയുന്നത് ഇസ്ലാമിക് റവല്യൂഷണറിയുടെ പ്രഭവ കേന്ദ്രമാണ്. ആയത്തുള്ള അലി ഖംനയുടെ മരണം ഇറാനെ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്തത്, അല്ലാതെ ഇറാനെ ബലഹീനമാക്കുകയല്ല ചെയ്തത് എന്ന കാര്യമാണ് മുഹ്സിൻ റസായി പറയുന്നത്. ട്രംപിനും നെതന്യാഹുവിനും താക്കീത് നൽകുന്ന ഒരു സന്ദേശമാണ് മുഹ്സിൻ റസായിയുടെ പ്രസംഗത്തിൽ ഉള്ളത്.